പണ്ട് ഈ കർക്കിടക മാസത്തിൽ നമ്മുടെയൊക്കെ പൂർവികർ എന്ന് വെച്ചാൽ ഒരുപാട് തലമുറ ഒന്നും പിറകിലേക്ക് പോകണ്ട കേട്ടോ. ആ സമയത്ത് അവർ ഈ ഭക്ഷണ രീതിയിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെ ആയുർവേദ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഭക്ഷണങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിൽ കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ട്. പക്ഷേ പണ്ടുള്ളവർ ഒരു കാര്യം ചെയ്തിരുന്നു. അവരുടെ പറമ്പിൽ തന്നെ വളരുന്ന ഈ 10 കൂട്ടം ഇലകളുണ്ട്, അതെല്ലാം വെച്ചിട്ട് കറി ഉണ്ടാക്കും. ഇതിനാണെന്ന് പറയാം. ഈ തഴുതാമ, ചേനയില, തകര, ചേമ്പില, കുമ്പളത്തില, മത്തയില തുടങ്ങിയ ഇലക്കറികൾ നമുക്കറിയാലോ വൈറ്റമിനുകളുണ്ടൊക്കെ സമ്പന്നമാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് പൂർവികർ പണ്ട് കർക്കിടക മാസത്തെ പ്രത്യേകമായി വിഭവങ്ങൾ തയ്യാറാക്കി ഭക്ഷണം കഴിച്ചത്. അതായത് എനിക്കൊന്ന് അശ്വതി പറഞ്ഞ പല ഇലകളും നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവുകയില്ല ഇപ്പൊ അല്ലെ ഈ കാലത്ത്. ഇപ്പൊ കേട്ടാലും നമുക്ക് പറമ്പിൽ ചെന്ന തിരിച്ചറിയില്ല കണ്ടാലും. തീർച്ചയായും. അപ്പൊ എന്തായാലും അങ്ങനെ മികച്ച ആരോഗ്യ രീതി കൂടി പൂർവികർ പിന്തുടരുന്നു. അപ്പൊ നമുക്കും ഇതൊരു പാഠമാണ്. നമുക്കും നല്ല രീതിയിൽ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാവുന്ന നല്ലൊരു മാസമാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് സമീപിക്കുക എന്നൊരു സന്ദേശം കൂടി കർക്കിടക മാസം നൽകുന്നത്. എന്തായാലും നമുക്ക് മിഥുൻ അയ്യപ്പൻ അവിടെ തയ്യാറാണ്. മൂഴിക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണെന്നാണ് മിഥുൻ തയ്യാറായിട്ടുള്ളത്. അപ്പൊ മിഥുനോട് ചോദിക്കാം, മിഥുനെ ലക്ഷ്മണസ്വാമി, ശ്രീരാമ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ്. ലക്ഷ്മണനും രാമനും വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് അവിടം. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഒപ്പം ഇന്ന് എന്തൊക്കെ പ്രത്യേകതരം പൂജകളാകും ഉണ്ടാവുക? രാവിലെ തന്നെ ഭക്തജനങ്ങളുടെ ഒഴുക്ക് അവിടെ ഉണ്ടോ മിഥുൻ? തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു ദിവസം, അതായത് കർക്കിടക മാസം 1-ാം തീയതി ഈ ഒരു ദേവസന്നിധിയിൽ എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സുഹൃതം എന്ന് തന്നെ പറയാം. ഇതിനു മുമ്പ് പലതവണ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായി ചെറുപ്പം മുതൽ നാട്ടിൽ നിന്ന് വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് വണ്ടി വിളിച്ച് വന്നിരുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുമൂഴിക്കുളം ക്ഷേത്രമാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണ പെരുമാൾ പ്രധാന മൂർത്തിയായിട്ടുള്ള ക്ഷേത്രമാണ്. നമുക്കറിയാം, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ സന്തത സഹചാരി. വനവാസക്കാലത്ത് ഭഗവാൻ ഇത്തരത്തിൽ എല്ലാ രാജ്യമെല്ലാം ഉപേക്ഷിച്ച് ആ ഒരു പിതാവിൻ്റെ വാക്കുകൾക്കനുസൃതമായി വനവാസത്തിന് പുറപ്പെടുമ്പോൾ ജ്യേഷ്ഠൻ ഒറ്റയ്ക്കല്ല ഞാനും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് രാമപാദത്തെ അനുഗമിച്ച വ്യക്തിയാണ് അനുജനായിട്ടുള്ള ശ്രീ ലക്ഷ്മണ പെരുമാൾ. ആ ലക്ഷ്മണ പെരുമാളിൻ്റെ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 108 ക്ഷേത്രങ്ങളിൽ, അതായത് ആ തിരുപ്പതികളിൽ ഒന്നായി കാണുന്ന ഒന്നാണ് ഈ തിരുമൂഴിക്കുളം ക്ഷേത്രം. ഒപ്പം തന്നെ ചതുർബാഹുവായിട്ടുള്ള സ്വരൂപമാണ് ഇവിടുത്തെ വിഗ്രഹമെല്ലാം. അത്തരത്തിൽ വലിയ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. ഭക്തജനങ്ങൾ ഇങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രധാനമാണ് നാലമ്പല ദർശനം എന്നാണ്. അതായത് ഒരു തവണ രാമായണം പൂർണ്ണമായി പാരായണം ചെയ്തതിൻ്റെ ഗുണം ഒരു നാലമ്പല ദർശനം പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുമെന്നാണ് ശാസ്ത്രം. അത്തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാലമ്പല ദർശനം പൂർത്തിയാക്കുക എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ